ഹെൽമെറ്റ് ധരിക്കുക എന്നൊരു സംഭവം, ഒരു കൾച്ചർ, അതിനെക്കുറിച്ച് സാർ എന്താ പറയാനുള്ളത്? നമ്മളെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വാഹനമാണ് ടൂ വീലർ. കാരണം നമ്മൾ ടൂ വീലർ ഓടിച്ച് നമ്മൾ താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പീഡിൽ നമ്മൾ താഴെ വീഴും, നമ്മളെ തലയടിച്ച് വീഴുന്ന 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീഴുന്നതിന്റെ തുല്യമായിരിക്കും. അത്ര ആഘാതമായിരിക്കും നമ്മുടെ ഈ ഉരുണ്ടിരിക്കുന്ന തലക്ക് കിട്ടുന്നത്. നമ്മുടെ വേറെ ഏത് അവയവങ്ങൾ, കയ്യോ കാലോ ഏത് അവയവങ്ങൾ നമുക്കൊരു ഫ്രാക്ചർ പറ്റിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് നമുക്ക് അതിനകത്ത് റിക്കവർ ചെയ്ത് പഴയ രീതിയിലേക്ക് വരാൻ പറ്റും. പക്ഷെ നമ്മുടെ തലക്ക് കേൾക്കുന്ന മാരകമായ മുറിവുകൾ അത് നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ മെമ്മറിയെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും വലിയൊരു ആഘാതത്തിലേക്കായിരിക്കും തള്ളിവിടുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ചെറുപ്പക്കാരോട് പറയാം. നമ്മുടെ ചെറുപ്പക്കാര് മിക്കതും ഹെൽമെറ്റ് വെക്കാണ്ടാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഹെൽമെറ്റ് വെച്ചാൽ തന്നെ അതിന് പ്രോപ്പറായിട്ട് ചെയിൻ സ്ട്രിപ്പ് ഇടുകയുമില്ല. ചെയിൻ സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ലേഡീസ് താലിമാല ധരിക്കുന്നതുകൊണ്ട് ഇവിടെയും വരെയും ചെയിൻ സ്ട്രിപ്പ് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ്. അപ്പോഴും നമുക്ക് ഈ ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് ഒരുവിധ ഗുണവും കിട്ടുന്നില്ല. പോലീസിനെ കാണിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ പേടിച്ചിട്ടോ ഹെൽമെറ്റ് വെക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ നമ്മുടെ സ്വന്തം സേഫ്റ്റിയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, തലക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയതിനു ശേഷമാണ് ആളുടെ മൃത്യു സംഭവിക്കുന്നത്. കയ്യോ കാലോ ഒടിഞ്ഞാലൊന്നും ആള് മരിക്കുന്നില്ല. ടൂ വീലറിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്. കാരണം നമ്മുടെ ടൂ വീലറിന്റെ സ്പീഡ് 160, 150 എന്നൊക്കെ കമ്പനി എഴുതിയിട്ടിട്ടുണ്ടെങ്കിലും അവർ ഓടിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള വലിയ റോഡുകളിലാണ്. പക്ഷെ നമ്മുടെ എല്ലാം ഇട റോഡുകളാണ്, വളവും തിരിവും ഒക്കെ ഉള്ള റോഡുകളാണ്. ഇവിടെയൊക്കെ നമ്മളൊരു മിനിമം സ്പീഡിൽ കൂടുതൽ ഈ വാഹനം ഓടിക്കരുത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ചവിട്ടുന്ന ബ്രേക്ക് നമ്മൾ വിചാരിക്കുന്നിടത്ത് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. സ്കിഡായി നമുക്ക് അപകടം സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഹെൽമെറ്റ് മസ്റ്റാണ്. എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം. ഹെൽമെറ്റ് ധരിച്ചാൽ മാത്രം പോരാ, ആ ചെയിൻ സ്ട്രിപ്പ് നമ്മുടെ 2 വിരൽ കടക്കത്തക്ക രീതിയിൽ ടൈറ്റ് ആയിട്ട് ധരിച്ചാൽ നമ്മളും സേഫാണ്, നമ്മുടെ കുടുംബവും സേഫാണ്, നമ്മുടെ സമൂഹവും സേഫാണ്. അത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം, നമുക്കൊരു അപകടം പറ്റി, ഞാൻ എന്റെ കുടുംബനാഥനാണ്, എനിക്ക് എന്റെ തലക്കൊരു അപകടം പറ്റി, നമ്മൾ ആസ്റ്റർ മെഡിസിറ്റി ചെന്ന് കഴിഞ്ഞാൽ പറയുന്നത് 35 ലക്ഷം രൂപ കെട്ടിവെക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിന് ആ പൈസ ചെലവാക്കാനുള്ള കെൽപ്പില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളപ്പോ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടും, അവളോട് ഗുരുതരമായ അപകടത്തിൽപ്പെട്ട് ചികിത്സാ സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പൊതുവെ കാണാറുണ്ട്. അപ്പൊ അവിടെ ആർക്കൊക്കെ ബാധ്യത വന്നു? എനിക്ക് ബാധ്യതയായി, എന്റെ കുടുംബത്തിന് ബാധ്യതയായി, എന്നെ രക്ഷിക്കേണ്ട എന്റെ സമൂഹത്തിന്റെയും കൂടി ബാധ്യതയായിട്ട് നമ്മൾ മാറി. അവിടെ ഏക ഒരു കാരണം എന്ന് ഞാൻ ഹെൽമെറ്റ് ഉപയോഗിച്ചില്ല. അപ്പം ഹെൽമെറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ടൂ വീലറുകാർ പ്രത്യേകിച്ച് ആരൊക്കെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് ധരിക്കണം. നമ്മൾ എത്ര സേഫ് ആയിട്ട്, ഞാൻ ഇവിടെയും വരെയും പോകുന്നു അല്ലെങ്കിൽ ഞാൻ സേഫ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. മറുതലക്കിൽ നിന്ന് വരുന്ന വാഹനം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.